ഹലോ ഫ്രണ്ട്സ്, ആമിഷ് ബ്ലോഗിന് മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പുറകിൽ കാണുന്നത് NH66 ഒരു ഭാഗമാണ്. ഒരു എന്താ പറയുക, ഇപ്പം അടുത്തൊരു സർവീസ് റോഡിന് ഒരു സർവീസ് റോഡ് കംപ്ലൈൻ്റ് എല്ലാം ഇരുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോ കിടക്കട്ടെ. ഇപ്പോൾ നിലവിൽ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ഏരിയയാണ്. ഇപ്പോൾ നിലവിൽ കുറ്റിപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പറഞ്ഞാൽ പൊന്നാനി ഏരിയ കേട്ടോ. പൊന്നാനി ഇപ്പോൾ ഏകദേശം പന്തേപാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് നരിപ്പറമ്പിൻ്റെയും അയിങ്കലത്തിനും സെൻറ്ററായി വരും പന്തേപാലം. പന്തേപാലത്തിൽ നിന്നാണ് സ്ഥലത്ത് സംഭവിച്ച കാര്യമാണ് പറയാൻ പോകുന്നത്. ഇപ്പം നിലവിൽ ഈ കാണുന്ന സ്ഥലം പാടാണ്, കൃഷി ചെയ്യുന്ന പാടസ്ഥലമാണ്. നിലവിൽ ഈ പോകുന്നത് ഇവിടുന്ന് ഈ പാടസ്ഥലങ്ങളിൽ നിന്ന് പോകുന്ന വെള്ളം, പുഴയ്ക്ക് വെള്ളം പോകുന്ന ഒരു ഏരിയയാണ് കാണുന്നത്. നിലവിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയകളൊക്കെ പണി തീർന്ന സ്ഥലം കേട്ടോ. പണി തീർന്ന ഏകദേശം ഫിനിഷിങ് സ്റ്റേജിലായിരുന്നു. ഫിനിഷിങ് സ്റ്റേജിലായ ടൈമിൽ ഏതാണ്ട് ഫിനിഷിങ്ങിന് മൊത്തം വർക്ക് കഴിഞ്ഞ് തന്നെ പറയാൻ പറ്റും. ആ രീതിയിലായിരുന്നു. പെട്ടെന്ന് ഇപ്പോൾ അടുത്തൊരു ഒരാഴ്ച മുമ്പേ സംഭവിച്ച കാര്യമാണിത്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് റോഡിന് ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കോൺക്രീറ്റ് കൊണ്ടുള്ള സൈഡ് വാൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 6.5 മീറ്റർ വരുന്ന സർവീസ് റോഡ് മൊത്തത്തിൽ എന്താ പറയുക കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിയിലൂടെ വെള്ളം പോലുള്ള ഡ്രെയിനേജ് സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഡ്രെയിനേജ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ സംവിധാനം, ഇതേപോലെ ഇപ്പോൾ ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, ഈ കാണുന്ന പോലെ നിലവിൽ ഈ കാണുന്ന നല്ല കോൺക്രീറ്റ് സ്ലാബ് തന്നെ ഇതിന് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അടിഭാഗത്തേക്ക് ഓവറായിട്ട് ഫൗണ്ടേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ഭാഗം സർവീസ് റോഡ് ഇരിക്കുകയുണ്ടായത്. ഇരിക്കുന്നതോട് കൂടിയിട്ട് തന്നെ മെയിൻ ബ്ലോക്ക് ചെയ്തുള്ള ബ്രിക്ക് കൊണ്ട് വെച്ചിട്ടുള്ള ബ്രിക്ക് വെച്ചിട്ടുള്ള ഈ ബ്രിക്ക് ബ്ലോക്ക് ഉണ്ടല്ലോ, ഈ ബ്രിക്ക് ബ്ലോക്ക് എന്താ ഇത് ഓട്ടോമാറ്റിക് സൈഡിലെ സർവീസ് റോഡ് ഇരുന്നോട് കൂടിയിട്ട് ആ ബ്രിക്ക് ബ്ലോക്കിന് എന്താ ഇത് തകരാറ് സംഭവിച്ച് ആ ഒരിൻ്റെ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വരികയായിരുന്നു. എന്തായാലും ഭയങ്കര അപകടം നിന്ന് എല്ലാവരും കേസിലായി എന്ന് തന്നെ പറയാൻ പറ്റും. നല്ലൊരു അപകടമാണ് സംഭവിച്ചത്. ഇപ്പം എന്തായാലും യുദ്ധാടിസ്ഥാനക്കാലത്ത് പണി നടക്കുന്ന പോലെ ഭയങ്കര ദ്രുതഗതിയിൽ 3 ഇറ്റാച്ചുകൾ വെച്ചിട്ടാണ് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ 3 ഇറ്റാച്ച്, ഇവിടെ ഒരു ഇറ്റാച്ച് ചെയ്തുകൊണ്ട് മണ്ണ് കോരി കൊടുക്കുന്നുണ്ട്. ടിപ്പർ ലോറികൾ കണ്ടിന്യൂ ആയിട്ട് ടിപ്പർ ലോറികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു എമർജൻസി വർക്ക് നടന്നുകൊണ്ട് പെട്ടെന്ന് പണി തീർക്കാനുള്ള സ്പീഡായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഏരിയകളൊക്കെ ഇതാ കോൺക്രീറ്റുകൾ നിലവിൽ പൊട്ടിച്ച് കഴിഞ്ഞിട്ടോ. നിലവിൽ ഈ ഏരിയയിലെ കോൺക്രീറ്റുകൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ നിലവിൽ രണ്ടാമത് റീവർക്ക് ചെയ്ത് വരണം. റീവർക്ക് എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് തന്നെ ഫുൾ അടിയിൽ ഫൗണ്ടേഷൻ ചെയ്ത് നല്ല രീതിയിൽ സർവീസ് റോഡ് സെറ്റാക്കിയാൽ ഏകദേശം 1 മാസത്തോളം എടുക്കുന്ന ഒരു പ്രോസസ്സിങ്. ഇനി 1 മാസം കൊണ്ട് തീരുമോ എന്നറിയില്ല. നല്ല പ്രോസസ്സിങ്. ഇനി ഒരു തകരാറ് വരാത്ത രീതിയിലായിരിക്കും ഇവരെ മുൻകരുതൽ എടുത്ത് ആ രീതിയിലായും വർക്ക് ചെയ്യാം. എന്തായാലും ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഏതാണ്ട് ഒരു 4-5 ദിവസം കൊണ്ട് ഇത്രയധികം പോലെ ഇവിടുത്തെ മണ്ണുകൾ കോരിക്കൊണ്ട്, അതുപോലെ ഇവിടുത്തെ ബ്രിക്ക് മാറ്റി, അതുപോലെ ഇവിടെ എല്ലാം സൈഡ് വാള് വെച്ചൊക്കെ എല്ലാം പൊളിച്ച് മാറ്റി ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് പുതിയൊരു അപ്ഡേഷൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാണ്. അതായിരിക്കും ബൈ.